ഒത്തിരി ഭംഗിയുള്ള കുറേ വൈൽഡ് ഫ്ലവേഴ്സും ലീവ്സൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു റൂട്ടാണ് ഇടുക്കി കുട്ടിക്കാനം റൂട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലൊരു ഐഡിയ തോന്നിയത്. കുറച്ച് വൈൽഡ് ഫ്ലവേഴ്സും ലീവ്സൊക്കെ വെച്ചിട്ട് നമ്മുടെ സച്ചുവിനൊരു ബൊക്കെ ഉണ്ടാക്കി കൊടുത്താലോ എന്ന്. ഇതിനകത്ത് അങ്ങനെ വലിയ സർപ്രൈസ് എലമെൻ്റ് ഒന്നുമില്ല. ഞാൻ ഈ കാട് കയറി ഓരോ സാധനങ്ങൾ പറിക്കുന്നതും കളക്ട് ചെയ്യുന്നതൊക്കെ സച്ചു കണ്ടുകൊണ്ടിരിക്കുവാണ്. ഇത്രയൊക്കെ ആണെങ്കിലും നമ്മളൊരു ബൊക്കെ ആയിട്ട് കൊടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷമൊക്കെ കാണുമല്ലോ. നല്ല ഭംഗിയുള്ള എന്തെങ്കിലും ഫ്ലവേഴ്സൊക്കെ കണ്ടാൽ അപ്പം തന്നെ ഞാൻ വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് ആ പൂരി വെയിലത്ത് ഇറങ്ങി ഞാനത് പൊട്ടിച്ചുകൊണ്ട് വരും. അതൊക്കെ കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട്സും സച്ചു എന്നോട് ചോദിക്കാം, നിനക്ക് ഒരു പിരി ലൂസൊന്നും ഇല്ലല്ലോ അല്ലേന്ന്. ഇതുപോലത്തെ എൻ്റെ മനസ്സിൽ തോന്നുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ എൻ്റെ അതേ വേവ് ലെങ്ത്തിൽ അതേപോലെ വട്ടമുള്ള കുറേ പേരുടെ കമൻസും ഞാൻ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കും ഇതുപോലെ കൂട്ടൊക്കെ ഉള്ളതിൽ ഒരു സന്തോഷമുണ്ട്. അങ്ങനെ മോർണിംഗ് മുതൽ ഉച്ച വരെയുള്ള ഞങ്ങളുടെ ട്രാവലിനിടയിൽ എനിക്ക് ആവശ്യമായിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ഞാൻ കളക്ട് ചെയ്തായിരുന്നു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒരു ബൊക്കെയാക്കി എടുക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. സച്ചു ആക്ച്വലി ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവാണ്. എന്നാലും ഞാൻ ആളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാനിങ്ങനെ ബൊക്കെ ചെയ്ത് തരുന്ന സമയത്ത് നീ തിരിഞ്ഞു നിന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുന്ന പോലെ സന്തോഷത്തിൽ വാങ്ങിക്കണേന്നൊക്കെ. നമ്മുടെ ബൊക്കെയൊക്കെ കുറച്ചും കൂടെ ഒരു എസ്തെറ്റിക് ലുക്ക് കൊണ്ടുവരാൻ നമ്മുടെ പൈൻ മരത്തിൻ്റെ ആ ഒരു കാവുണ്ടല്ലോ, അതും കൂടെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഈ ബൊക്കയുടെ ഫൈനൽ ലുക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ഞാനാണല്ലോ ഇപ്പോൾ ഒരു വെയിലത്ത് നിന്ന് ഇത് പറിച്ചുകൊണ്ട് വന്നത്. അങ്ങനെ എൻ്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിച്ച ആ ഒരു പിക്ചർ ഇങ്ങനെയായിരുന്നു. ഇങ്ങനെ മുട്ടുകുത്തി നിന്ന് സച്ചിന് കൊടുക്കണം എന്നുള്ളത്. കിട്ടിയപ്പോൾ സച്ച് ഓൾറെഡി കാണുന്നതുകൊണ്ട് അത്ര വലിയ എക്സ്പ്രഷനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ വീടെത്തുന്നിടം വരെ ആളിത് പൊന്നുപോലെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നു. 2017 മുതൽ ഞാൻ സച്ചുവിന് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഗിഫ്റ്റ് ചെയ്യാറുള്ളതാണ്. ഇവിടുത്തെ എല്ലാ ഐറ്റംസും സച്ചു പൊന്നുപോലെ കാത്തും വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട്. അത് ഞാൻ നിങ്ങളൊരു വീഡിയോയിൽ കാണിക്കാം. നമ്മളുടെ ഈ വൈൽഡ് ബൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ.